പുണ്യമാസമായ റമദാനെ വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രാർത്ഥനകൾക്കും നന്മകൾക്കും ഏറെ പ്രാധാന്യമുള്ള ഈ മാസം വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകളാണ്. പള്ളികളും വീടുകളും ഇനി 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആരാധനകളാൽ സജീവമാകും. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ ദിനങ്ങളാണ്. പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിച്ച് ദൈവചിന്തയിൽ മുഴുകുന്ന മാസമാണ് റമദാൻ. മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാനും പാവപ്പെട്ടവരുടെ വിശപ്പറിയാനും നോമ്പ് വിശ്വാസികളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമെന്ന പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ പള്ളികളിലും വീടുകളിലും ഖുർആൻ പാരായണം ഇക്കാലയളവിൽ വർദ്ധിക്കും. റമദാനിലെ രാത്രികൾ പ്രാർത്ഥനകളാൽ ധന്യമാണ്. സാധാരണ നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രിയിൽ നിർവഹിക്കുന്ന തറാവിഹി നമസ്കാരത്തിനായി പള്ളികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉറക്കമൊഴിച്ച് പാതിരാത്രിയിൽ നടത്തുന്ന തഹജ്ജുദ് നമസ്കാരത്തിനും വിശ്വാസികൾ ഏറെ പ്രാധാന്യം നൽകുന്നു. പുണ്യങ്ങൾ പൂത്തുലയുന്ന ഈ മാസത്തിൽ നന്മകൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ വിശ്വാസികൾ മത്സരിക്കുന്ന സമയം കൂടിയാണിത്. സമ്പത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകുന്ന സക്കാത്ത് റമദാനിലാണ് ഭൂരിഭാഗം പേരും നൽകുന്നത്. ഇസ്ലാമിലെ പുണ്യകേന്ദ്രങ്ങളായ മക്കയിലേക്കും മദീനയിലേക്കും വിശ്വാസികളുടെ വലിയ ഒഴുക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഉംറ നിർവഹിക്കാനും പ്രാർത്ഥനകൾക്കുമായി ഹറം പള്ളികളിൽ എത്തുന്നത്. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും വേദികളായി മാറുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ വിരുന്നുകളിൽ പങ്കുചേരുന്നു. ചുരുക്കത്തിൽ പ്രാർത്ഥനയും കരുണയും സ്നേഹവും നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ റമദാനെ നെഞ്ചേറ്റുകയാണ് വിശ്വാസലോകം. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.